വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈം ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഒരാഴ്ചയ്ക്ക് മുന്നേ വീഡിയോ ചെയ്തൊരു ചേച്ചി ഉണ്ടായിരുന്നു, പാലക്കാടുള്ള ഒരു ചേച്ചി. അപ്പോൾ ആ ചേച്ചീൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൂൾ ഗ്രേപ്പ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട്. ആ ചാനലിലെ ഒരു ചേട്ടൻ ഇവരെ വിളിച്ച് സംസാരിക്കുകയും ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വോയിസ് ക്ലിപ്പുകളൊക്കെ ഞാനിവിടെ കേൾപ്പിക്കാം. അപ്പം ആ വോയിസ് ക്ലിപ്പുകളൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നിയ സെയിം എവിടെയൊക്കെയോ പോരായ്മകൾ അല്ലെങ്കിൽ എവിടെയൊക്കെയോ ചില വശപ്പശകൾ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. രണ്ടാൾ കൊണ്ടുവന്നിട്ട് നമ്മൾ കഴിയുന്നത്. പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ കാര്യം ഞാനാണ് കുറേ ആയി 6-7 മാസമായി ആള് പണിക്കൊന്നും പോകാണ്ട് ആകതായിട്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ഒരു വരുമാനം മാത്രമേ ഉള്ളൂ. അല്ല ഞാൻ അത് കിട്ടാറില്ല. ചില സമയങ്ങളിൽ കിട്ടും, ചില സമയത്ത് കിട്ടില്ല. പിന്നെ അത് ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ണിയപ്പ കച്ചവടം തന്നെ തുടങ്ങിയത്. ആ ഉണ്ണിയപ്പ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഡെയിലി കിട്ടുമ്പോഴാണ് എനിക്ക് 2 ഫാമിലി പറയണത്. എന്റെ ഭർത്താവിന്റെ ഏട്ടനുണ്ട്, സംസാരിക്കാത്ത ഏട്ടനാണ്. അവരുടെ മകളും സംസാരിക്കില്ല. അവരുടെ ഭാര്യ മരിച്ചു ക്യാൻസർ ആയിട്ട്. അപ്പൊ അവർക്ക് ആ ഏട്ടനെ പുറത്ത് പോയിട്ട് ജോലി ചെയ്യാനൊന്നും അറിയില്ല. ആരെങ്കിലും കൊണ്ടുപോയാലേ ജോലി ചെയ്യുള്ളൂ. അപ്പൊ അവർക്കൊരു വരുമാനം വേണം. അപ്പൊ എന്റെ നിന്ന് കിട്ടുന്നതെന്നാണ് ചെറിയ രീതിയിൽ ഞാൻ അവർക്ക് കൊടുക്കുന്നത്. അതൊന്നും ഞാൻ എവിടെയും കുത്തിപ്പാടി നടന്ന് എനിക്ക് ഒന്നും വേണ്ട. അവരിനെ എന്തെങ്കിലും വലിച്ചയക്കാൻ പാടില്ല. കാരണം നമ്മൾ ഇന്നത് കൊടുക്കുന്നു, അത് ചെയ്യണു, ഇത് ചെയ്യണു, ഞാൻ അങ്ങനെ ചെയ്യണു, ഇങ്ങനെ ചെയ്യണം. എന്തിനാ വെറുതെ പറയണത്? അവനവന്റെ കാര്യം നോക്കുക, അവനവൻ നടക്കുക. ഇനി ഞാൻ എന്റെ കാര്യം കൊണ്ട്, ഞാൻ എന്റെ മകളുടെ കാര്യം കൊണ്ട് ഞാൻ വീഡിയോ ചെയ്തു. അതിലിപ്പോ എന്ത് ഞാൻ നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ, എന്ത് മാനനഷ്ടം സംഭവിക്കണമെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എന്താ വെച്ചാൽ എനിക്ക് അത്രത്തോളം ഇവർക്ക് ആകെ ഉണ്ണിയപ്പത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനമേ ഉള്ളൂ, വേറൊരു വരുമാനം ഇല്ല. വേറൊരു ഫാമിലി ഉണ്ട്. ഹസ്ബൻഡിന്റെ ഏട്ടൻ എന്ന് പറയുന്നത് സംസാരിക്കാൻ വയ്യാത്ത ഒരാളാണ്. പുള്ളിക്കാരന് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അതെന്താ സംസാരിക്കാൻ വയ്യാന്ന് വെച്ചിട്ട് കൈക്കും കാലിലും കുഴപ്പമൊന്നുമില്ലല്ലോ. സംസാരിക്കാൻ കഴിയാതെ എത്രയോ ആളുകൾ അന്തസ്സായി മാന്യമായി നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് ഇല്ലേ? അതെന്തോ ആയിക്കോട്ടെ. പിന്നെ ഒരു ഭർത്താവിന്റെ കാര്യം പറയുന്നത്, ഭർത്താവിന് 6 മാസമായിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല എന്നാണ് പുള്ളിക്കാർ പറഞ്ഞേക്കുന്നത്. 6 മാസമായിട്ട് ജോലിയൊന്നുമില്ല. പുള്ളിക്കാരന്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഇലക്ട്രീഷ്യനാണ്. ഞാൻ ഇവരോട് പേഴ്സണലി സംസാരിച്ച സമയത്ത് ഇവർ എന്നോട് പറഞ്ഞത്, ഭർത്താവ് ജോലിയൊക്കെ ഉണ്ട്, പക്ഷെ ചില ഞാൻ ഇവിടെ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. പുള്ളിക്കാരൻ നന്നായിട്ട് മദ്യപിക്കും, അതുകൊണ്ട് കുടുംബം നോക്കുന്നില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. പക്ഷെ ആ പുള്ളിക്കാരൻ്റെ വോയിസ്, ഹസ്ബൻഡിൻ്റെ വോയിസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്നോട് സംസാരിച്ചു. അതിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നിയിട്ടില്ല. ഇനി എന്തോ ആയിക്കോട്ടെ, കള്ള് കുടിച്ച് നടക്കുന്ന ഒരാളാണെങ്കിൽ പോലും സ്വന്തം മോൾക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇതിനുള്ള കാര്യങ്ങളൊന്നും നോക്കുന്നില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങളുടെ കുടുംബകാര്യമായിരിക്കും. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട് കേട്ടു നോക്കാം. ഞാൻ പറയുന്നത് കേൾക്കാം. നമ്മളെന്താ വെച്ചാല് ഇങ്ങനെ ഏതാണ് ജിപ്മർ ഹോസ്പിറ്റല് 1 രൂപ പോലും ചെലവില്ലാതെ ചികിത്സിക്കാൻ പറ്റും സെൻട്രൽ ഗവൺമെന്റിന്റെ. അതന്നെ, ഇത് ഹൃദയത്തിൽ രജിസ്റ്റർ ചെയ്തോണ്ട് 1 രൂപ പോലും വേണ്ട. ശരിയാണ്. ഞാൻ ഒന്ന് പറയണേ, 8 ലക്ഷം രൂപ നമുക്ക് വേണ്ട. ബാക്കി പൈസ ഒന്നും നിങ്ങൾ വേണ്ടെന്നാ പറയണത്. അത് പോയാലേ അറിയുള്ളൂ അത് എന്താണെന്നുള്ളത്. ഇപ്പൊ സർജറി ചെയ്ത് എത്രയോ ആൾക്കാർ എന്നെ വിളിച്ചിരിക്കണു, എത്രയോ പേര് എന്നെ കൂടി സംസാരിച്ചിരിക്കണു. കാര്യം അറിയാതെ എങ്ങനെ സംസാരിക്കാൻ കഴിയണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല ഞാൻ ചോദിക്കുന്നത്, അത് പോണ്ടിച്ചേരിയിലല്ലേ? ഇവിടുന്ന് പോണെങ്കിൽ ഒരു എത്ര ഇത് ആയിട്ട് ഞാൻ പോണം പറയില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട് തന്നെയാ, നമ്മളൊരു കുട്ടിക്ക് വേണ്ടി നമ്മൾ പോവേണ്ടി വരും. ശരിയാണ്, പൈസ കിട്ടും. ഞാൻ പറഞ്ഞ നമ്മൾ ആ പോകുന്ന ചെലവല്ലേ വേണ്ടി വരുള്ളൂ. അങ്ങനെ ആവുമ്പോള് നമ്മളിപ്പോ മക്കൾക്ക് വേണ്ടി പോകുന്ന കഴിഞ്ഞിട്ട് അവര് പറയണ ദിവസം 1 മാസം വരെ കുട്ടിനെ നമ്മള് മിണ്ടാതിരിക്കണോ പണിക്ക് പോവാതെ? ഞാൻ പറയുന്നത് കേക്ക്. അതൊക്കെ ഓക്കെ, ഈ പറയുന്നത് കേക്ക്. എനിക്കിപ്പ വേണ്ടി അവിടെ അത്യാവശ്യം വേണ്ടി വരുന്ന ചെലവിനുള്ള പൈസ ഓക്കെ ആളുകളെ അടുത്ത് നിന്ന് കളക്ട് ചെയ്താലും, പിന്നെ എനിക്കിപ്പ ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനെ ആവുമ്പോള് നമ്മളിപ്പോ മക്കൾക്ക് വേണ്ടി പോകുന്ന കഴിഞ്ഞിട്ട് അവര് പറയണ ദിവസം 1 മാസം വരെ കുട്ടിനെ നമ്മള് മിണ്ടാതിരിക്കണോ പണിക്ക് പോവാതെ? ഞാൻ പറയുന്നത് കേക്ക്. അതൊക്കെ ഓക്കെ. ശേഷം എനിക്ക് ആ ഒരു പൈസ കൊണ്ട് അവിടുത്തെ കാര്യങ്ങളും അങ്ങോട്ട് പോകേണ്ട ചെലവും ട്രാവൽ ചെലവും കാര്യങ്ങളും മാത്രം നോക്കിയിട്ട് എനിക്ക് അവിടെ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടുമല്ലോ തന്നെയാ. ശരിയാണ്. അങ്ങനെ ഒരു പറയണ്ടേ, അങ്ങനെ എനിക്കൊരു ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ സപ്പോർട്ട് ചെയ്തരാ. കാരണം എന്താന്ന് ചോദിച്ചാല്, എന്റെ ഫ്രണ്ട് അവിടെ നേഴ്സായിട്ടുണ്ട്. പറ്റുമോ? അങ്ങനെ പറ്റുമോ? പോവാൻ പറ്റുമോ? ഞാൻ പോവാൻ തയ്യാറ് തന്നെയാണ്. ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ അവര് വെരിഫിക്കേഷനും കാര്യങ്ങളും വന്നു. ഇവരിപ്പോ എല്ലാം ചെയ്തു കഴിഞ്ഞു. ഈ 10 ദിവസത്തിനുള്ളിൽ നമ്മൾ 2-3 ദിവസത്തിൽ നമ്മൾ അങ്ങോട്ട് പോകണം. തിങ്കളാഴ്ച നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുകയാണ്. ഈ ഇങ്ങനെ അവിടെയല്ല എവിടെയല്ല മാറ്റുമ്പോ പിന്നെ ഞാൻ കള്ളത്തരം ചെയ്തു എന്ന് പറയില്ലേ? നീ ഒന്ന് ആലോചിച്ചു. ഞാനിപ്പോ പൈസ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ചെയ്തിട്ട് ഇനി ഞാൻ നല്ലോണം ഒന്നുമില്ല
ഫ്രീ ആണെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെലവ് കൊള്ളാം. നിങ്ങൾക്ക് ഉത്തരത്തിലുള്ളത് കിട്ടുകയും വേണം, ഒക്കത്തുള്ളത് പോകാനും പറ്റില്ല. അതെന്താ അങ്ങനെ? നിങ്ങളുടെ മകളുടെ സർജറി അല്ലേ, നിങ്ങളൊരു അമ്മയല്ലേ. അപ്പം പോണ്ടിച്ചേരിയിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി, ഫ്രീ ആയിട്ട് അങ്ങനെ ഒരു ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളാണ് ഈ സാധാരണക്കാരായ നമ്മളാണ് ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ ഫ്രീ ആയിട്ട് എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്ത് തന്നെ നഷ്ടം സംഭവിച്ചാൽ നമ്മൾ അവിടെ പോയി ചെയ്യല്ലേ ചെയ്യുക. ഇപ്പം ഒരു മാസം അല്ലെങ്കിൽ ഒരു 3-4 ആഴ്ച ജോലിക്ക് പോകാതിരിക്കുന്നതാണോ വലിയ കാര്യം? നിങ്ങൾക്കൊരു ഭർത്താവില്ലേ ഒന്നില്ലെങ്കിലും? എത്രയോ ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകൾ വരെ മക്കളെയും കൊണ്ട് പല പല കാര്യങ്ങളും ചെയ്ത് ജീവിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് അതിലെങ്കിലും ഭർത്താവില്ലേ? സംസാരിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞൊരു ഏട്ടൻ വരെയില്ലേ നിങ്ങൾക്ക്? ഭർത്താവിനൊരു ഏട്ടനില്ലേ? കാണുന്നവരത് ചിന്തിച്ചു നോക്കണം. ഇവിടെ ഒരു അമ്മയാണോ മകൾക്ക് എത്രയും വേഗം അർജന്റാന്ന് പറഞ്ഞ സ്ഥിതിക്ക് എത്രയും വേഗം അത് എവിടെയെങ്കിലും പോയിട്ട് ഫ്രീ ആണെങ്കിൽ ഫ്രീ, ഇനി അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം പോയി ചെയ്യാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഇവിടെ എൻ്റെ ഉണ്ണിയപ്പ കട പൂട്ടിപ്പോവും, ഞങ്ങൾക്ക് വേറെ വരുമാനമില്ല, എൻ്റെ കട നടന്നില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ വേണ്ടത്? അല്ല, അതിൽ നിന്ന് മനസ്സിലാക്കണം ഇവളുടെ കള്ളത്തരം. ജിപ്മർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചികിത്സയടക്കം ഫ്രീ ആണ്, ചികിത്സയും ബാക്കി അതിനോടനുബന്ധിച്ചുള്ള ചെലവുകളും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൂടാ എന്ന് ചോദിക്കുന്ന സമയത്ത് പുള്ളിക്കാരി പറയുന്ന മറുപടി എന്താ? ഓൾറെഡി ഇവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്, പിന്നെ ഞാൻ ഇനി എങ്ങനെയാ പെട്ടെന്ന് മാറുക എന്നാണ് പുള്ളിക്കാരി ചോദിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ സെറ്റ് ആയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതെന്തായാലും നമുക്ക് എന്താണെന്ന് നോക്കാം. 2 ലക്ഷം രൂപയാണ് അതിലിപ്പോ 15 ദിവസം കണക്കൂട്ടി 5000 വെച്ച് എത്ര രൂപയായി കണക്കാക്ക്? 10 ദിവസത്തേക്ക് 50,000. 10 ദിവസത്തേക്ക് 50,000 ആയി. 25 75,000 ആയി. അപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പിരിച്ച പൈസ ആയോ? പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഒരു 5,000 അല്ലെങ്കിൽ 4,500, 5,000 മാക്സിമം 6,000 ഡെയിലി ഒരു 5,000 അല്ലെങ്കിൽ ഒരു 6,000 രൂപ വെച്ച് കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ 15 ദിവസത്തേക്ക് 10 മുതൽ 15 ദിവസം വരെയാണ് ഹോസ്പിറ്റലുകാർ അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കുന്നത് ആഫ്റ്റർ സർജറി. അങ്ങനെ 10 മുതൽ 15 ദിവസം വരെ അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത് ഫുഡ്, ICU റെന്റ്, അതുപോലെ റൂം റെന്റ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി നോക്കുകയാണെങ്കിൽ ഏകദേശം 10 ഇൻറ്റു അല്ലെങ്കിൽ 15 ഇൻറ്റു 5,000 വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ 75,000 രൂപയെ വരത്തുള്ളൂ. ഇവർ ആദ്യം പറഞ്ഞേക്കുന്നത് 2.5 ലക്ഷം രൂപയോളം ഇവർക്ക് ചെലവാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ബാക്കി കേട്ടു നോക്കാം. ഇപ്പൊ എത്ര കളക്ഷൻ കിട്ടി ആളുകൾ തന്നിട്ട് പൈസ? 25,000 രൂപ. ആ 25,000 രൂപ കിട്ടി. 25,000 രൂപയാണ് എനിക്ക് കിട്ടിയത്. മൊത്തത്തിൽ ടോട്ടലി 25,000 രൂപയാണ് ആകെ കിട്ടിയിട്ടുള്ളത്. ആകെ കിട്ടിയിട്ടുള്ളത്. മൊത്തം വരുന്നത് 2.5. ഓക്കെ. അപ്പൊ സോഷ്യൽ മീഡിയ വഴി ഇവർക്ക് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നല്ലവരായ പ്രവാസികളും അതുപോലെ ബാക്കിയുള്ള ഇസ്ലാം സഹോദരങ്ങളും പിന്നെ ബാക്കി ആരെങ്കിലും അന്യമതക്കാരായ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയുള്ള എല്ലാവരും കൂടി സഹായിച്ചിട്ട് ആകെ ഇവർക്ക് 25,000 രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് ഈ പാലക്കാടൻ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല എന്ന് ഞാൻ തെളിയിച്ചു തന്നു കഴിഞ്ഞാലോ? 25,000 രൂപ മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ നിങ്ങൾക്ക് 25,000 രൂപയല്ല, നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുള്ള മുഴുവൻ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം നിങ്ങൾക്ക് കയ്യിൽ നിൽക്കാത്ത അല്ലെങ്കിൽ കണക്കില്ലാത്ത അത്രയും പണമാണ് നിങ്ങൾക്ക് പ്രവാസികളായിട്ടുള്ള നല്ലവരായിട്ടുള്ള നല്ല മനസ്സുള്ള പ്രവാസികൾ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ കള്ളം പറയുകയാണ് 25,000 മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത്. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളോട് നമുക്ക് കേട്ടു നോക്കാം. ഒരു ക്വസ്റ്റ്യന്, ഏതാണ് ഈ ഹോസ്പിറ്റല്? ഞങ്ങൾ 2 ഹോസ്പിറ്റലിലാണ് പോയത്. അതിൽ ഈ അമൃതയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ പൈസ ഒന്നും നമുക്ക് കണ്ടെത്താൻ വഴിയില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിലത്തെ ആൾക്കാരെ നമ്മൾ വിളിച്ചു. അപ്പൊ അവര് നമ്മളിവിടെ വന്ന് കണ്ടിട്ടുണ്ട്. അവർ കണ്ട് വന്ന് നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള ആളുകളാണ് എന്താണെന്ന് നോക്കിയിട്ട് ഇന്ന് നമ്മളെ കൊണ്ട് അവർ പോവാൻ പറഞ്ഞിട്ടുണ്ട്. പോയി അവരെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീഡിയോ ആയിട്ട് നമ്മൾ നിൽക്കില്ല. ഈ അടുത്ത് ഇവരെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അമൃതയിൽ അന്വേഷിച്ചു. ഹൃദയം പദ്ധതി വഴിയാണ് ഈ ഒരു സർജറി നടക്കുന്നത്. അതായത് ഈ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഹൃദയം പദ്ധതി എന്ന് പറയുന്നത്. അതിനകത്ത് 8 ലക്ഷം രൂപ വരെയുള്ള സർജറികൾ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ആ ഒരു ക്യാഷ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് നൽകും എന്നാണ് പറയുന്നത്. അപ്പൊ സർജറി എന്തായാലും ഫ്രീ ആണെന്ന് നേരത്തെ അറിഞ്ഞ കാര്യമാണ്. പുള്ളിക്കാരി തന്നെ രണ്ടാമത് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാക്കിയുള്ള ചെലവുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ പൈസ ചോദിക്കുന്നത്. ഇപ്പൊ ഇവര് ഏത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഈ ഒരു സർജറി ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ബബ്ബ അടിക്കുകയാണ്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, ജിപ്മറിന്റെ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് അയ്യോ ഞാൻ ഇനിയിപ്പോ എങ്ങനെയാ മാറാ, ഇവിടെ ഓൾറെഡി എല്ലാം സെറ്റ് ആയല്ലോ എന്നൊക്കെ പറഞ്ഞൊരു യുവതിയാണ് ഏത് ഹോസ്പിറ്റലിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സർജറി ചെയ്യുന്നത് എന്ന് പാലക്കാടൻ ചേച്ചിയോട് ചോദിച്ച സമയത്താണ് ചേച്ചിക്ക് ബബ്ബ പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. അത് അമൃതയാണോ
അല്ലെങ്കിൽ ആസ്റ്റർ മിംസ് ആണോ? അപ്പോൾ ഇതുവരെയും ഹോസ്പിറ്റൽ ഏതാണെന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല. ഏത് ഹോസ്പിറ്റലിലാണ് ഇവരുടെ സർജറി നടക്കുന്നതെന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല. നിങ്ങളൊന്ന് ഓർക്കണം, ഒരു 2 weeks മുന്നേ, ഞാൻ 10 ദിവസം മുന്നെയാണ് ഈ വീഡിയോ ചെയ്തത്, അതിനും ഒരാഴ്ച മുന്നെയാണ് അവരുടെ വീഡിയോ വന്നിട്ടുള്ളത്. കാശ് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വീഡിയോ അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് ഈ ലേഡി പറഞ്ഞ എന്താ, 27-ാം തീയതി നടക്കേണ്ട സർജറി ആയിരുന്നു. 27-ാം തീയതി നടക്കേണ്ട, അതായത് ആഗസ്റ്റ് 27-ന് നടക്കേണ്ട സർജറി ആയിരുന്നു. പക്ഷേ ചെലവിനുള്ള അല്ലെങ്കിൽ സർജറിക്ക് കാശ് തികയാത്തതിനാൽ സർജറി നടന്നില്ല. 27-ാം തീയതി സർജറി നടക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഫിക്സ് ചെയ്തിരിക്കണമല്ലോ, അല്ലെ? ഇപ്പൊ പറയുന്നത് എന്താ, അത് ആസ്റ്ററിലാണോ എന്ന് തീരുമാനിച്ചിട്ടില്ല, അമൃത വേണോന്ന് തീരുമാനിച്ചിട്ടില്ല. ഇനി ആസ്റ്ററിലാണെങ്കിൽ, ആസ്റ്റർ മിംസിൽ ചെയ്യുകയാണെങ്കിൽ സർജറിന്റെ ക്യാഷ് ഗവൺമെന്റ് കൊടുക്കും, അതല്ലാതെ ബാക്കിയുള്ള എക്സ്പെൻസ് ആസ്റ്റർ മിംസ് തന്നെ വഹിക്കും എന്ന് തോന്നുന്നു. ഇനി അങ്ങനെ ആസ്റ്റർ മിംസ് തന്നെ ബാക്കിയുള്ള എക്സ്പെൻസുകൾ വഹിക്കുകയാണെങ്കിൽ ഇവർക്ക് ആരൊക്കെയാണോ പൈസ അയച്ചു കൊടുത്തിട്ടുള്ളത് അവർക്കൊക്കെ പാലക്കാടൻ ചേച്ചി തിരിച്ച് പൈസ റിട്ടേൺ കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുഴുവൻ വോയിസ് ക്ലിപ്പുകളും ഞാനിവിടെ കേൾപ്പിക്കുന്നില്ല, ചെറിയ ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലിപ്പുകൾ മാത്രമേ ഞാനിവിടെ പ്ലേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കൂൾ ഗ്രേവ് മീഡിയ എന്നൊരു ചാനലുണ്ട്, ആ ചാനലിൽ പോയിട്ട് നിങ്ങൾക്ക് മുഴുവൻ വോയിസുകളും കേൾക്കാൻ പറ്റുന്നതാണ്. ഏകദേശം 30 മിനിറ്റോളമുള്ള ഒരു വോയിസ് ആണ്. അപ്പം ഞാൻ ഇത്രയും കേൾപ്പിച്ചതിൽ തന്നെ ബുദ്ധിയുള്ള ആൾക്കാരാണ് ചിന്തിക്കും, ഇവർ ശരിക്കും ഉഡായിപ്പല്ലേ? ഇപ്പൊ ജെനുവിൻ ആയിട്ടുള്ള ഒരു സർജറി ആണെങ്കിൽ അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു സർജറി വേണം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ആൾക്കൊരു സർജറി ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്ലാൻഡ് ആയിട്ട് ഇന്ന ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഇന്ന ഡേറ്റ് നമ്മുടെ സർജറി ചെയ്യും എന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ല. ഇവർക്ക് അതൊന്നുമില്ല. ഇവർക്ക് ഹോസ്പിറ്റൽ ഏതാണെന്ന് ഫിക്സ് ചെയ്തിട്ടില്ല. ആദ്യം ഇവർ പറഞ്ഞു, എൻ്റെ മോക്ക് സർജറി ചെയ്യാണ്ട് ചുണ്ട് മുഴുവൻ, അതായത് ലിപ്പ് മുഴുവൻ നീല കളർ ആവുകയാണ്, അത്രയും സീരിയസ് ആണ്, എമർജൻസി ആയിട്ട് അർജന്റായിട്ട് സർജറി ചെയ്യണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നതെന്ന്. ഇപ്പൊ നോക്കുമ്പോൾ എന്താ, ഹോസ്പിറ്റൽ പോലും ഫിക്സ് ചെയ്തിട്ടില്ല. എന്ത് തന്നെ ആയാലും എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഇതൊരു ട്രെൻഡാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്, അയ്യോ കുറേ കഥകളും കുറേ വീട്ടിലുള്ള പട്ടിണി പരിതാപങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മലയാളികളുടെ മനസ്സിന്റെ ആ ഒരു നന്മ അല്ലെങ്കിൽ ആ ഒരു ആത്മാർത്ഥത ഇവർ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മതപണ്ഡിതന്മാരുടെ വേഷം കെട്ടിയ കള്ള ഉസ്താദുമാരൊക്കെ ഉണ്ട്. യഥാർത്ഥ ഉസ്താദല്ല, കള്ളന്മാരായിട്ടുള്ള അല്ലെങ്കിൽ കള്ളവേഷം കെട്ടി യൂട്യൂബിൽ ആടുന്ന ഉസ്താദുമാർ വരെ ഇവരെ താങ്ങിക്കൊണ്ട് നടക്കുകയാണ്. ചിലപ്പം ഇവർക്ക് ഇങ്ങനെ യാചിച്ച് കിട്ടുന്ന അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഓൺലൈൻ ഭിക്ഷ എടുത്ത് കിട്ടുന്ന കാശിന് ഒരു പങ്ക് ഇങ്ങനെയുള്ള വ്യക്തികൾക്കും ഇവർ ഷെയർ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഇവരെ പോലെയുള്ള ഈ കപടനാട്യക്കാരായിട്ടുള്ള ലേഡീസിനെ താങ്ങിക്കൊണ്ട് നടക്കുന്നത്, അല്ലെ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഓക്കെ, നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പം ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, അല്ലേ? ഇപ്പം എൻ്റെ കാര്യം, എനിക്കാകെ ചെറിയൊരു യൂട്യൂബറാണ് ഞാൻ. എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയുകയാണ്, എന്നെ എല്ലാവരും ഒന്ന് സഹായിക്കണം എന്ന് പറയുകയാണ്. ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്. ചില ആളുകൾക്ക് അതിൽ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞു, അത് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, നീ കള്ളം പറയല്ലേ, ഇത് സത്യമല്ല, നിന്റെ സർജറി ഫേക്കാണ്, എങ്ങനെയുള്ള ആരോപണങ്ങൾ എനിക്ക് നേരെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് തെളിയിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്, അല്ലേ? കാരണം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് കൊണ്ട്. അപ്പം ഞാനിങ്ങനെ നിങ്ങളോട് വന്നിട്ട് പറയുകയാണ്, എൻ്റെ സർജറി ഇതാണ്, എൻ്റെ രോഗം ഇതാണ്, ഇന്നതാണ്, ഡോക്ടേഴ്സിൻ്റെ സാക്ഷ്യപത്രം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്, അല്ലേ? ഈ ഒരു ഉത്തരവാദിത്തം ഈ പാലക്കാടുള്ള ചേച്ചിക്കും ഉണ്ട്. കാരണം ഏകദേശം 1 lakh സബ്സ്ക്രൈബേഴ്സ് ഉള്ള 1 lakh എബോവ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് ഈ പാലക്കാടിലെ ചേച്ചിയുടേത്. അപ്പോൾ ഇത്രയും അലിഗേഷൻസ് ഞാൻ മാത്രമല്ല, ഒരുപാട് ഷഹാന, ഡാനി സത്യൻ, അതുപോലെ കുൽദേവ് മീഡിയ, അങ്ങനെ ഒരു 4-5 യൂട്യൂബേഴ്സ് ഇവരുടെ ഈ സെയിം കാര്യം പരാമർശിച്ചുകൊണ്ട് തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അലിഗേഷൻസ് പറഞ്ഞിട്ട് ഇത് അങ്ങനെയാണ്, ഇവർ പറ്റിക്കുകയാണ്, പ്രവാസികളെയും ഇസ്ലാമികൾ സഹോദരെയും പറ്റിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ട് പോലും അവർ അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. അവർ അങ്ങനെയല്ല, സത്യം ഇതാണ് ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇന്ന് വരെ മീഡിയാസിന് മുന്നിൽ വന്നിട്ടില്ല. പറയുമ്പോഴൊക്കെ അവരെന്താ പറയുന്നത്, എനിക്ക് വിഷമാണ്, എൻ്റെ മോളുടെ ഈ ഒരു കാര്യം കഴിയട്ടെ എന്ന് സങ്കടപ്പെട്ട് മീഡിയന്റെ മുന്നിൽ കരയുന്ന ഒരു സ്ത്രീയാണ് പാലക്കാടൻ ചേച്ചി. പക്ഷേ അവർ ഈ ഒരു സങ്കടം ഉണ്ട് എന്ന് പറയുന്നതിനിടയിൽ പോലും മറ്റൊരു ചാനലിൽ വേഷം മാറി അല്ലെങ്കിൽ ആൾമാറാട്ടം നടത്തി പാലക്കാടൻ പാത്തുവായിട്ട് അല്ലെങ്കിൽ പാലക്കാടൻ ആമിനയായിട്ട് അല്ല അടിപൊളിയായിട്ട് മറുപടി പറയാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തേക്ക് ഒരു മടിയും ഇല്ല എന്നതാണ് വാസ്തവം. പിന്നെ ഇവരുടെ പാലക്കാടുള്ള മെയിൻ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ
ഖുറാൻ വായിക്കുന്നു, ഫാത്തിഹ ഓതുന്നു, പിന്നെ നോമ്പെടുക്കുന്നു, ഇസ്ലാം സഹോദരങ്ങളെ കുറേ പൊക്കിയടിക്കുന്നു. ഇത് മാത്രമാണ് അവർ ചെയ്യുന്ന വീഡിയോസ്. അപ്പൊ അവർ അതിന് പറയുന്ന എക്സ്ക്യൂസ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഫിനാൻഷ്യലി ഭയങ്കര ലോ ആയിട്ടുള്ള, ഉണ്ണാനും ഉടുക്കാനും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഇവർ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇസ്ലാം സഹോദരങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിക അല്ലെങ്കിൽ മുസ്ലിംസ് ആയിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഇവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർ ഇസ്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതിലെനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പൊ ഞാനൊക്കെ ജനിച്ചു വളർന്നത് ഒരു ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിംസും ഹിന്ദുസും ക്രിസ്ത്യൻസും ഒക്കെ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു നാട്ടിലാണ് ഞാനൊക്കെ ജനിച്ചിട്ടുള്ളത്. എനിക്കൊക്കെ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, ആണായിട്ടും പെണ്ണായിട്ടൊക്കെ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. മുസ്ലിംസ് മാത്രമല്ല, ഹിന്ദുസും ക്രിസ്ത്യൻസ് എല്ലാവരും ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഇസ്ലാം സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഹിന്ദു സുഹൃത്തുക്കൾ ഉണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അവരുടെ മതത്തിന്റെ കുറെ കാര്യങ്ങൾ മാത്രം ചെയ്യണമെന്നുണ്ടോ? ഇല്ല. അത് ഇവരുടെ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്. ഇസ്ലാംസിനെ കുറച്ച് സുഖിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇസ്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹിന്ദു യുവതി അല്ലെ, ഒരു ഹിന്ദു യുവതി നോമ്പെടുക്കുന്നു, ഫാത്തിഹ ഓതുന്നു, ഖുറാൻ വായിക്കുന്നു, എന്താ രസം, അപ്പൊ അവളെ അങ്ങ് പൊക്കി വെക്കും. അതാണ് ആ ഒരു സംഭവത്തിനെയാണ് ഇവള് മുതലെടുക്കുന്നത്. ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്. ബുദ്ധിയുള്ള ആൾക്കാർക്കാണെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഹിന്ദു ഫ്രണ്ട് ഉണ്ട് അല്ലെങ്കിൽ മുസ്ലിം ഫ്രണ്ട് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ മതത്തിനെ കുറെ പൊക്കി അടിച്ചെന്നു വെക്കോ? ഇല്ല. പിന്നെ ഇവള് ചെയ്യുന്ന വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാം റിലേറ്റഡ് കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന സമയത്ത് ഹെവി റീച്ച് ആണ്. അല്ലാതെ ഇവള് എന്ത് മാങ്ങാത്തൊലി ചെയ്ത് കഴിഞ്ഞാലും റീച്ചില്ല, ബാക്കിയുള്ള സബ്ജക്റ്റിൽ ഇവർക്ക് റീച്ചില്ല. പിന്നെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവള് പറയാണ് നബീസുമ്മ മരിച്ചു. ഓക്കെ, നബീസുമ്മ മരിച്ചു, സമ്മതിക്കുന്നു. ഒരു പ്രായമുള്ള ഒരു ഉമ്മ മരിച്ചു. പക്ഷെ നബീസുമ്മ മാത്രമേ മരിക്കുന്നുള്ളൂ. കാർത്തിയാനി അമ്മ മരിക്കുന്നുണ്ട്, അതുപോലെ അന്നമ്മ ചേട്ടത്തി മരിക്കുന്നുണ്ട്. പാലക്കാട് മുസ്ലിംസ് മാത്രമേ ഉള്ളൂ? അല്ലല്ലോ, ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഒക്കെ ഇല്ലേ? അതൊന്നും ഇവൾ എന്താ വീഡിയോ ചെയ്യാത്തത്? ഇപ്പൊ കാർത്തിയായനി അമ്മ മരിക്കുന്നു, അല്ലെങ്കിൽ നാരായണി അമ്മ മരിക്കുന്നു, അല്ലെങ്കിൽ അന്നമ്മ ചേട്ടത്തി മരിക്കുന്നു, അതൊന്നും ഇവക്ക് വീഡിയോ ചെയ്യണ്ട. ഇവക്ക് നബീസുമ്മ മരിക്കുന്ന വീഡിയോ മാത്രം ചെയ്താൽ മതി. പിന്നെ ഒരു ഇസ്ലാം പണ്ഡിതന്മാരെ പറ്റി മാത്രം വീഡിയോ ചെയ്യുന്നു. നിങ്ങളുടെ മതത്തിൽ എന്താ പാലക്കാടുള്ള ചേച്ചി, നിങ്ങളുടെ മതത്തിൽ പൂജാരിമാരും സന്യാസിമാരും ഒന്നുമില്ലേ? അവരെ പറ്റി നിങ്ങൾ വീഡിയോ ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾക്ക് അത്ര മതസൗഹാർദ്ദം ഉള്ള ഒരു ലേഡി ആണെങ്കിൽ നിങ്ങൾ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരെ പറ്റിയും വീഡിയോ ചെയ്യണ്ടേ അല്ലേ? അതല്ലേ അതിന്റെ ശരി. അല്ലാണ്ട് ഇസ്ലാം റിലേറ്റഡ് മാത്രം ചെയ്യുന്നത് മതസൗഹാർദ്ദം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എല്ലാ മതങ്ങളെ പറ്റിയും അല്ലെങ്കിൽ എല്ലാ മതം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് അതിനെ മതസൗഹാർദ്ദം എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ പാലക്കാടുള്ള ചേച്ചി ഒന്ന് വിചാരിച്ചു കാണും, കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ മറ്റുള്ള വീഡിയോസായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കാര്യം മറന്നു പോകും എന്ന് ചേച്ചി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് തെറ്റി. എൻ്റെ കയ്യിൽ വ്യക്തമായ ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര പൈസ വന്നിട്ടുണ്ട്, എത്ര കാശ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതിന് അതൊന്നും ഞാൻ ഇപ്പം പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഡീറ്റെയിൽസ് തന്നിട്ടുള്ള ആൾക്കാർക്ക് അത് ഇപ്പം മീഡിയാസിൻ്റെ മുന്നിൽ ഇടുന്നതുകൊണ്ട് താല്പര്യമില്ല. കാരണം ഒരു സഹായം ചെയ്യുന്നത് മറ്റൊരുവൻ അല്ലെങ്കിൽ പബ്ലിക്കിൽ അറിയിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം ആ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ പബ്ലിഷ് ചെയ്യാത്തത്. പക്ഷെ വേണ്ടി വന്നാൽ അത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള കാര്യമാണ്, ദേവിയര് ഇവളെപ്പോലെയുള്ള കള്ളത്തരം പറഞ്ഞ് സെന്റിമെന്റ്സ് കാണിച്ച് ആളെ പറ്റിക്കുന്ന പരിപാടി നടത്തുന്ന പാലക്കാടുള്ള ഈ ഒരു ചേച്ചീൻ്റെ ഇങ്ങനെയുള്ള ഈ ഒരു സെന്റിമെന്റ്സ് അല്ലെങ്കിൽ ഈ ഒരു അഭിനയം കണ്ടിട്ട് ആരും തന്നെ ഇവളുടെ വലയിൽ പോയി വീഴാതിരിക്കുക. ഇവൾ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 അല്ല 110% ഉറപ്പാണ്. കാരണം ഇവൾ ഇതിനു മുന്നേയും പല കാര്യങ്ങളും പറഞ്ഞിട്ട് പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവർക്ക് വേറൊരു ചാനലുണ്ട്, പാലക്കാടൻ അമിനാന്നോ പാത്തുന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള വേറൊരു ചാനൽ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഇവളെ പറ്റി ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്ന സമയത്ത്, ഞാൻ ആദ്യമായിട്ട് ഈ പാലക്കാടുള്ള ഈ ഒരു ചേച്ചിനെ പറ്റി വീഡിയോ ചെയ്ത സമയത്ത് ഇവൾ മറ്റേ ചാനലിൽ വന്നിട്ട് പാലക്കാടൻ അമിനയോ പാത്തോ അങ്ങനെയുള്ള ഒരു ചാനലിനകത്ത് വന്നിട്ട് ഇവൾ എന്നെ വെല്ലുവിളിക്കുകയും അപമാനിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിട്ട് ഭയങ്കര ഷോ ഓഫ് നടത്തിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോന്റെ ക്ലിപ്പൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല. അപ്പം അന്ന് ഇവൾ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഇവളെപ്പറ്റി ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുന്ന എനിക്ക് ദൈവം പണി തരും എന്നാണ് അവൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ദൈവം എന്തായാലും എൻ്റെ കൂടെയാണ് ചേച്ചി നിന്നിട്ടുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, ഇവളുടെ ആ ചാനല് ഏതൊക്കെയോ നല്ലവരായിട്ടുള്ള മനുഷ്യന്മാർ ഇവളുടെ ഉടായിപ്പ് മനസ്സിലാക്കിയിട്ടുള്ള, ആൾമാറാട്ടം നടത്തി വീഡിയോ ചെയ്യുന്ന ഇവളുടെ ഉടായിപ്പ് മനസ്സിലാക്കിയിട്ടുള്ള നല്ലവരായ കുറച്ച് യൂട്യൂബേഴ്സ് കൂടി ഇവളുടെ ആ ചാനൽ പൂട്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അതായത് സെക്കൻഡ് ചാനൽ പാലക്കാട് ആമിനയോ പാത്തോ അങ്ങനെ തോന്നിട്ടുള്ള വേറൊരു ചാനലുണ്ട്, ആ ചാനൽ പൂട്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ എല്ലാവരെയും അറിയിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.